മഹാദേവ, താനെന്താ ഇവിടെ? ഇതെന്റെ വീടാ. രാമേന്ദ്രൻ എന്താ ഇവിടെ? എനിക്ക് വീട് മാറിയെന്നാ തോന്നുന്നത്. ഞാനൊരു സഹദേവനെ കാണാൻ വന്നതാ. വീടൊന്നും മാറിയിട്ടില്ല. സഹദേവൻ എന്റെ അന്യനാ. അവൻ എന്തിനാ കാണുന്നത്? സഹദേവന്റെ മോക്ക് കോളേജിൽ അഡ്മിഷൻ ശരിയാക്കി കൊടുത്തിരുന്നു. അതിന് പണം വാങ്ങാൻ വന്നതാ. നിന്റെ വീടാണിതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ പടി ചവിട്ടില്ലായിരുന്നു. അവൻ എത്ര രൂപയെ തരാവുള്ളെന്ന് വെച്ചാൽ ഞാൻ തരാം. ഓ വേണ്ട, നിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയാൽ എനിക്ക് കിടന്നാൽ ഉറക്കം വരില്ല. ഈ ജന്മത്തിൽ ഒരിക്കലും നിന്നെ നേരിട്ട് കാണേണ്ടി വരല്ലേ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നിട്ടും വിധി എന്നെ നിന്റെ മുമ്പിൽ കൊണ്ടെത്തിച്ചു. പക്ഷെ അതൊന്നുകൊണ്ടും നിന്നോട് മറക്കാനോ ക്ഷമിക്കാനോ എനിക്ക് കഴിയില്ല മഹാദേവ. കമ്പിളി ചുങ്കത്തുള്ള പാവം ശുഭയോട് നീ ചെയ്ത നെറിയേട് ഞാൻ ഒരിക്കലും ക്ഷമിക്കുമെന്ന് ഇനി കരുതണ്ട മഹാദേവ. രാമ, അമ്മയുടെ കാര്യം ഒരു പറയുന്നേ. അയാൾ ആരാ എന്താന്ന് നമുക്ക് അറിയണം കിരൺ. അതെ, സത്യമായിട്ട് ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. ഒന്നും പറയണ്ട. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നീ ന്യായീകരിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. അനുഭവിക്കേണ്ടവരെല്ലാം അനുഭവിച്ചു കഴിഞ്ഞു. ഇവിടെ ആർക്കും ഇതൊന്നും അറിയില്ല. രാമേന്ദ്രൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ആരെങ്കിലും കേട്ടാ വലിയ പ്രശ്നമാവും. അല്ലാതെ തന്നെ ഇവിടെ ആകെ പുകഞ്ഞിരിക്കുന്ന സമയമാണ്. ഞാനൊരു പ്രശ്നത്തിനും ഇല്ല. പക്ഷെ ഒരു കാര്യം പറയാം, നീ ചെയ്ത പാപത്തിന്റെ ശിക്ഷ നിന്നെ തേടി വരും മഹാദേവ. ഈ ഭൂമി ചെയ്ത കർമ്മങ്ങൾക്കെല്ലാം ഫല അനുഭവിക്കാതെ ഒരു മടങ്ങിപ്പോക്ക് ആർക്കും കഴിയില്ല. അത് നല്ലതായാലും ചീത്തയായാലും അനുഭവിച്ചേ പറ്റൂ. അത് ശരിയാ. പക്ഷേ അത് ഈ കരുക്കല്ല, നല്ല സ്വയംഭം കരുക്ക് എന്റെ നാട്ടിൽ കിട്ടും. അതൊരു കവിള് കുടിച്ചാൽ എല്ലാ ക്ഷീണവും മാറും. ചേട്ടന്റെ നാട് എവിടെയാ? പാലക്കാട്. പാലക്കാട്? പാലക്കാടോ? അതെ. അവിടെ ആരെങ്കിലും സ്വന്തക്കാരുണ്ടോ? ഉണ്ടോന്നോ? ദേ കിരണിന്റെ വീട് പാലക്കാടാ. അപ്പോ നമ്മൾ ഒരേ നാട്ടുകാരാണല്ലേ? അതെ. വെറുതെ അല്ല, നിന്നെ കണ്ടപ്പോ മുതലേ എവിടെയോ കണ്ടു മറന്നതുപോലൊരു തോന്നലുണ്ടായി. എനിക്ക് ചേട്ടനെ കണ്ടപ്പോഴും അങ്ങനെ തന്നെയാ തോന്നിയേ, അല്ലേ? അല്ല, പാലക്കാട് എവിടെ വീട്? കമ്പിളിച്ചുങ്കം. അവിടെ എന്റെ അമ്മ വീട്. കമ്പിളിച്ചുങ്കത്തോ? അപ്പൊ എന്റെ നാട്ടുകാരനാണല്ലോ. ഞാനും കമ്പിളിച്ചുങ്കത്താ. എന്താ നിന്റെ അച്ഛന്റെ പേര്? ചിലപ്പോ ഞങ്ങള് തമ്മിൽ പരിചയക്കാരാണെങ്കിലോ? അച്ഛനെ കുറിച്ച് കിരണിനോട് ചോദിക്കണ്ട ചേട്ടാ. അതെന്ത് പറ്റി? അച്ഛനുമായിട്ട് വഴക്കിലാണ്?
അല്ല, എന്റെ അച്ഛൻ ഇതുവരെ എന്നെ അംഗീകരിച്ചിട്ടില്ല. എനിക്കെന്റെ അമ്മ മാത്രമേ ഉള്ളൂ. നീ വിഷമിക്കേണ്ട പോലെ. ചില അവന്മാരങ്ങനെയാ. പാവപ്പെട്ട പെണ്ണുങ്ങളെ സ്നേഹം നടിച്ചു കൊണ്ടു നടന്ന് പറ്റിക്കും. അവസാനം വയറ്റിലൊരു കുഞ്ഞിനെയും കൊടുത്തിട്ട് അവന്മാര് മുങ്ങും. അങ്ങനെ ഒരുത്തനെ എനിക്കും അറിയാം. അവനൊക്കെ കൊടുക്കേണ്ട മരുന്ന് എന്താണെന്ന് എനിക്ക് അറിയാഞ്ഞിട്ടല്ല, വേണ്ടെന്ന് വെച്ചിട്ട് അടയ്ക്കുക. എന്റെ അച്ഛൻ ആരാണെന്ന് എനിക്കറിയാം. പക്ഷേ അത് അംഗീകരിപ്പിക്കാനുള്ള തെളിവുകളല്ലാത്തത്. അങ്കിള് കിരണിന്റെ അമ്മയുടെ നാട്ടുകാരനാണെന്നല്ലേ പറഞ്ഞത്? ഞങ്ങളെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? എന്താ ഞാൻ ചെയ്യേണ്ടത് പറഞ്ഞോ, ഞാൻ റെഡിയാ. അല്ല, കമ്പിളിച്ചുങ്കത്ത് ഒരു ശുഭ എന്ന് പറയുന്ന സ്ത്രീയാ കിരണിന്റെ അമ്മ. ശുഭ? അങ്ങനെ ആരെങ്കിലും അങ്കിളിന് പരിചയമുണ്ടോ? ശുഭയുടെ മോനാണോ നീ? അതെ.